ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത് കൊണ്ട് ദ സ്പിരിറ്റ് സെർച്ചസ് എവറിഥിങ്, ഈവൻ ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആഴങ്ങളെയും നാം എന്ത് ചെയ്യുന്നു? ആരായുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് മനസ്സിലാകത്തക്ക നിലയിലുള്ള ഒരു ആത്മജീവിതം ദൈവം നമുക്ക് നൽകുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം നമുക്കുണ്ടാകണം. എന്നാലേ അത് എന്താണ്? ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ പ്രാപിച്ചിട്ട് ദൈവത്തിന് എല്ലാ തൻ്റെ മക്കളെയും കുറിച്ചുള്ള കോമൺ ഡിസയർ അറിയാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവ് മതി. പക്ഷേ സ്പെസിഫിക്കായിട്ട് ദൈവം ഓരോരുത്തരെ വിളിക്കുമ്പോഴും അവരെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് അറിയാൻ അവർക്ക് എന്തുണ്ടാകണം? പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ വേണം. അപ്പോഴാണ് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് ഈസ്റ്റേൺ അല്ലെങ്കിൽ പൗരസ്ത്യ മതങ്ങളുടെ പശ്ചാത്തലം, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അവർ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരുടെ പശ്ചാത്തലം ഒത്തിരി അവരെ സ്വാധീനിക്കാറുണ്ട്. നമുക്ക് എത്ര പറഞ്ഞാലും നമ്മളെ പൊതുവെ ഈ നമ്മളെല്ലാം ബേസിക്കലി എന്താണ്? പൗരസ്ത്യ ചിന്താഗതി വെച്ച് വളർത്തുന്ന ആളുകളാണ്. ആ പൗരസ്ത്യ മതത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളറകളിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമ്പോഴും വേദപുസ്തക സത്യങ്ങളെ ഇതിൻ്റെ മോൾഡിലാണ് നമ്മൾ ഇട്ട് വാർക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെ അപ്പോസ്തോലന്മാരെല്ലാം ഇവിടെ വന്ന് ഈ ഈസ്റ്റേൺ ചിന്തകൾക്ക് അനുരൂപമായി വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നത്. ഇപ്പം പോൾ യോങ്കിച്ചോ നിങ്ങൾ സ്വപ്നം കാണണമെന്നും 4-ാം മണ്ഡലത്തിലേക്ക് കയറണമെന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിദ്വേഷം തോന്നില്ല. കാര്യം പുള്ളി ഒരു ബുദ്ധിസ്റ്റാണ്. സെൻ ബുദ്ധിസത്തിലെ ഒരു ചിന്താഗതിയുടെ ഒരു ക്രിസനിങ് നടത്തിയ, മാമോദീസ നടത്തിയ ഒരു വേർഷനാണ് 4th ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതൊരു ബുദ്ധിസ്റ്റ് ആശയമാണ്, അതൊരു ബിബ്ലിക്കൽ ആശയമല്ല. വേദപുസ്തകത്തിൽ അങ്ങനെ 4-ാം മണ്ഡലവും 3-ാം മണ്ഡലവും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയൊന്നും അവിടെ ഇല്ല. അതൊരു ബുദ്ധിസ്റ്റ് ആശയത്തെ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനൊരു വിശ്വാസി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ അത് എന്ത് ചെയ്തു? ഒന്ന് മാമോദീസ മുക്കി ഒരു ക്രിസ്ത്യൻ ആശയമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് പാടില്ല. ഞാൻ ആരെ കുറ്റം പറയുമൊന്നുമല്ല. അത് എപ്പോഴും ഉണ്ടാകുന്ന വലിയ ഒരു അപകടമാണ്. ഒരു ലാറ്റിൻ അമേരിക്കൻ എനിക്ക് പല സ്ഥലങ്ങളിലുള്ള ആളുകളുമായിട്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്കറിയാം. ഒരു ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരാൾ എപ്പോഴും കാത്തലിക് ചർച്ചിൻ്റെ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അത് അയാളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാറണമെങ്കിൽ അസാമാന്യമായ നിലയിൽ ആ ദൈവാത്മാവ് അവരെ രൂപാന്തരപ്പെടുത്തിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ കിടക്കുന്ന പല കാര്യങ്ങളും ഇടയ്ക്ക് കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ ഈ ഈസ്റ്റേൺ ഫെയ്ത്ത് എന്ന് പറയുന്നത് പൗരസ്ത്യ ലോകത്തിലെ ന്യൂ ഏജ് മൂവ്മെൻറ്റ്, ഇപ്പോഴത്തെ എല്ലാ ആളുകളും അവരെല്ലാം ഫെയ്ത്താണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ ഫെയ്ത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്നറിയാമോ? നിങ്ങളുടെ സ്വയത്തെ എത്രയും ഡെവലപ്പ് ചെയ്യാൻ അവർ പറയുന്നത്. നിങ്ങളുടെ സ്വയത്തിന് ശക്തി കൂട്ടാനാണ് പറയുന്നത്. നിങ്ങൾ ഇരിക്കുന്നതും നിങ്ങളുടെ യോഗിക് ആ പോസ്റ്ററും എല്ലാം എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകാനാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് വളർത്താനാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് വളർത്താനായിട്ട് അവർ ഉപയോഗിക്കുന്ന അതേ തന്ത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്വയത്തെ ഉയർത്തുന്ന, സ്വയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഫെയ്ത്ത് ഉപദേശങ്ങളാണ് ഇന്നിവിടെ ഫെയ്ത്ത് വർക്കേഴ്സ് പറയുന്നത്. നീ ഇരിക്കണം, നീ സ്വപ്നം കാണണം, നീ പ്രാർത്ഥിക്കണം, കിട്ടുന്നത് വരെയും എഴുതി വെച്ച് പ്രാർത്ഥിക്കണം, അത് വേണം ഇത് വേണം, അങ്ങനെയുള്ള പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം, നിൻ്റെ മനസ്സ് അങ്ങനെ ആയിരിക്കണം, നേരെ ഇരിക്കണം. ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? ഇതെല്ലാം ഈസ്റ്റേൺ ചിന്താഗതിയാണ്. എന്നാൽ ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ പ്രത്യേകത സ്വയത്തെ ഡെവലപ്പ് ചെയ്യുന്നതല്ല, സ്വയത്തെ തകർക്കുന്നതാണ്. നേരെ വിപരീതമാണ്. ക്രിസ്ത്യാനിത്വത്തിൽ ഒരുവൻ കടന്നു വരുമ്പോൾ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താണ്? ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് അവൻ്റെ സ്വയം പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ബലഹീനനാവുകയാണ്. ശരിക്കും സ്വയത്തെ തകർക്കാനാണ്. ശരിക്കും നമുക്കുള്ള സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്തിനാണെന്നറിയാമോ? എന്തിനാണ് ഫാസ്റ്റിങ്ങും എന്തിനാണ് പ്രയറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്? നമ്മുടെ സ്വയത്തെ തകർക്കാൻ വേണ്ടിയാണ്. സ്വയം നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ സ്വയം തന്നെയാണ്. ആ സ്വയത്തെ തകർക്കാനാണ് ഫാസ്റ്റിംഗ് ആവശ്യമായിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ സ്വയം കൂടുതൽ അങ്ങ് വർദ്ധിക്കുകയാണ്. ഞാൻ 21 ഇരുന്നു എന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും 21 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കുവാൻ തക്കവണ്ണം എന്നൊക്കെ നമ്മൾ ചാടിക്കറി പറയുന്നത് പിന്നെയും നമ്മൾ സ്വയത്തെ വർദ്ധിപ്പിക്കുകയാണ്. താഴ്ചയിലേക്കും സ്വയാശ്രയത്തിൽ നിന്ന്. ഒരു കാര്യം ഞാൻ പറയാം, സ്വാർത്ഥതയേക്കാൾ അപകടകരമാണ് സ്വയാശ്രയം. സ്വാർത്ഥതയേക്കാൾ അപകടകരമാണ്. സ്വാർത്ഥത മോശമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്.
സ്വാർത്ഥതയേക്കാൾ അപകടകരമാണ് സ്വയാശ്രയം. സ്വാർത്ഥനായ ഒരു വ്യക്തിയെ തന്നെ ദൈവത്തിന് ഒരു പക്ഷേ രൂപാന്തരപ്പെടുത്താൻ പറ്റും, പക്ഷേ സ്വയാശ്രയിയായ ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ സ്വയത്തിലുള്ള ആശ്രയം ഇല്ലാതാവുകയാണ് ആവശ്യമായിരിക്കുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. വേദപുസ്തകത്തിൽ ആശ്രയമാണ്. ആശ്രയത്തിൻ്റെ ഒരു പ്രത്യേകത കഴിവുള്ളവനെ ഒരാളിലും ആശ്രയിക്കത്തില്ല. കഴിവ് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റൊരാളിൽ ആശ്രയിക്കുന്നത്. ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഞാനിപ്പം ഇവിടെ വന്നു ഏതെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിനോട് ഞാനിപ്പം അവിടെ ശശി ഇരിക്കുന്നുണ്ട്, ഞാൻ ശശിയോട് ഒരു ദിവസം ഞാൻ പറയാം, ശശി ഉണ്ടാകുമോ ഒരു 1,00,000 രൂപ ഒന്ന് മറിക്കാൻ? എന്നെ പറ്റി അതെ, വീടിൻ്റെ ജപ്തി നോട്ടീസ് വന്ന് കിടക്കുക, അപ്പോൾ ഒരു 1,00,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 3,00,000 രൂപ, ഒരു 2,00,000 രൂപ എൻ്റെ കയ്യിലുണ്ട്, ഒരു 1,00,000 കൂടെ ഉണ്ടെങ്കിൽ അതങ്ങ് അടയ്ക്കാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ വീടിൻ്റെ ജപ്തി നോട്ടീസ് വന്ന് കിടക്കുക, തിങ്കളാഴ്ച അതിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ് എന്നെങ്ങാണ് ഞാൻ വന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് വേറെ എന്തോ സോഴ്സ് ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും കൂളായിട്ടൊന്നും ഞാൻ വന്ന് പറയത്തൊന്നുമില്ല. മനസ്സിലായോ? ഞാൻ വന്ന് പറയുന്നത് ഉണ്ടോ ഒരു 1,00,000 ഒന്ന് മറിക്കാനെന്നൊക്കെ ചോദിക്കണമെങ്കിൽ എനിക്ക് വേറെ എന്തോ സോഴ്സ് ഉണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ ഒരു 20,00,000 FD കിടപ്പുണ്ട്, പക്ഷേ അത് 6 മാസം കഴിഞ്ഞിട്ടേ ഡ്യൂ ആകത്തുള്ളൂ. ഇപ്പോഴതിനകത്തുനിന്ന് കാശ് എടുത്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ ശശിയുടെ ഉണ്ടെങ്കിൽ അതങ്ങ് പിന്നെ കൊടുത്താൽ മതിയല്ലോ, ഇത്രയും മൊത്തത്തിൻ്റെ പൈസ കളയണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് മറ്റൊരു സോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെന്ന് പറയുന്നത്. സോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ചെന്ന് കരഞ്ഞ് കാല വീഴുകാരിക്കണം, എൻ്റെ ബ്രദറെ എന്നെ സഹായിക്കണം, തിങ്കളാഴ്ച ജപ്തി നോട്ടീസാ, ശശിക്ക് അറിയാമല്ലോ, എനിക്ക് 3 പെൺപിള്ളാരാന്ന് അറിയാമല്ലോ, ഞങ്ങൾ എവിടെ പോയി താമസിക്കും, വീട്ടിൽ നടക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നേലേ പോകത്തു. സീനങ്ങ് മാറുകയാണ്. എന്നറിയാമോ? എനിക്ക് വേറെ സോഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ വേറെ സോഴ്സ് ഇല്ലാത്തപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ആശ്രയം പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ട് ഫെയ്ത്ത് ഉണ്ടാകാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സകല സോഴ്സസും ഇല്ലാതാക്കുകയാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കർത്താവിനെ ഒരു ഊന്നുവടി എന്ന നിലയിലാണ് കാണുന്നത്. ഊന്നുവടിയുടെ പ്രത്യേകത അറിയാമല്ലോ, വാക്കിംഗ് സ്റ്റിക്ക്. എനിക്ക് നടക്കാം, പിന്നെ ഒരു ഊന്നുവടി കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പം ഇല്ല, ഒരു ബലമാണ്. പക്ഷേ ദൈവം ഒരു ഊന്നുവടിയല്ല, ദൈവം ഒരു സ്ട്രെച്ചർ പോലെയാണ്. സ്ട്രെച്ചറിൻ്റെ പ്രത്യേകത എന്താണ്? സ്ട്രെച്ചറിൻ്റെ പ്രത്യേകത മയങ്ങിക്കിടക്കുന്നവനെയാണ് അവത്തെ എടുത്തോണ്ടേ പോകത്തുള്ളൂ. അവന് സ്വയമായിട്ട് ബലമില്ല, അവന് നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പോലും പറ്റത്തില്ല. ഹി ഈസ് ഫെയിൻറ്റഡ്. ഇതേ അവസ്ഥയായിരിക്കണം. ബലം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ മാത്രമേ, നമ്മൾ ഒന്നുമല്ലാതായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ, നമ്മൾ പൂർണ്ണമായി തകരുന്ന ഒരു സ്റ്റേജിൽ മാത്രമേ നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകത്തുള്ളൂ. ബലമുള്ള ഒരു വ്യക്തി അവൻ്റെ ബലത്തിൽ ആശ്രയിക്കും. പണമുള്ള ഒരു വ്യക്തി അവൻ്റെ പണത്തിൽ ആശ്രയിക്കും. സ്വാധീനമുള്ള ഒരു വ്യക്തി അവൻ്റെ സ്വാധീനത്തിൽ ആശ്രയിക്കും. ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ? അതുകൊണ്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞ എബ്രായ ലേഖനത്തിൽ കാണുന്ന ആളുകൾ, അവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവരെല്ലാവരും ബലഹീനരായ ആളുകളാണ്, സ്വയത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടവരെയാണ്. അല്ലാതെ സ്വയത്തെ ബലപ്പെടുത്തുന്ന കുറേ ആളുകളെ അല്ല നമ്മളവിടെ കാണുന്നത്. അവരുടെ ബലം നഷ്ടപ്പെട്ടപ്പോൾ അവർ തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. They abandoned themselves into the hands of God. അവർ ചെയ്ത സകല പ്രവൃത്തികളും, ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്ന സകല കാര്യങ്ങളും അവരല്ല ചെയ്യുന്നത്, അവരുടെ ബലം കൊണ്ടല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർക്കൊന്നും കഴിവില്ലാത്ത സമയത്ത് ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. അവർ ദൈവത്തിൻ്റെ കരങ്ങളിലെ ആയുധങ്ങൾ മാത്രമാണ്. ആ സ്വയാശ്രയം നഷ്ടപ്പെട്ടവരാണ് ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ ആളുകളെല്ലാം. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒത്തിരി റോങ് ആയിട്ടുള്ള ചില ഇമേജസ് നമ്മുടെ മനസ്സിൽ വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ ശിംശോനെ കുറിച്ച് ഒരു ശിംശോന്റെ പടം വരയ്ക്കാൻ ഒരു കൊച്ചിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഒരാളെ ആയിരിക്കും കൊച്ചു വരയ്ക്കുന്നത്? ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, വി ഷേപ്പിൽ, 6 പാക്കിന് പകരം 12 പാക്ക് മസിൽസുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഭയങ്കര കഴിവുള്ള, ഒരു 8 അടി ഹൈറ്റുള്ള അല്ലെങ്കിൽ 9 അടി ഹൈറ്റുള്ള ഭയങ്കര ഒരു വ്യക്തിയായിരിക്കും വരയ്ക്കുന്നത്. എന്നാൽ എൻ്റെ പൂർണ്ണമായ വിശ്വാസം ശിംശോൻ ഒരു ഉണക്കക്കൊള്ളി ആയിരുന്നെന്നാണ്. ശിംശോൻ ഈ പറയുന്ന വലിയ ബോഡി ബിൽഡർ ഒന്നും ആയിരുന്നെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ബോഡി ബിൽഡർ ആയിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഒരു അത്ഭുതം ഉണ്ടാകത്തില്ലായിരുന്നു. ഇവൻ ഈ കാര്യമൊക്കെ ചെയ്യുമ്പോൾ. ഇവന് ഒരു ബലഹീനൻ ഇതൊക്കെ ചെയ്തപ്പോഴാണ് ഇവർക്ക് ഇത്രയും അത്ഭുതം ഉണ്ടാകുന്നത്. കാര്യം ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ ശേഷം മനുഷ്യരെക്കാൾ മോശമായി തീരുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ്? അപ്പം നമ്മളുടെ മനസ്സിലെ ഇമേജ് പോലെ അല്ല ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ ആളുകൾ എന്ന് പറയുന്നത്. അവരെല്ലാം വെറും പാവങ്ങളാണ്.
നോർമൽ പീപ്പിളാണ്. സാധാരണക്കാരനായ ശിംശോൻ അസാധാരണമായി പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതം ഉണ്ടാകുന്നത്. ബലഹീനന്മാരുടെ ഒരു നീണ്ട നിരയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നത്. വെരി ഫീബിൾ പീപ്പിൾ, ബലഹീനന്മാരുടെ ഒരു പട. അസാധാരണമായ കാര്യങ്ങൾ ചെയ്തത് അവർ സ്വന്തം ശക്തിയിലല്ല, വിശ്വാസത്താൽ. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ ഓരോ പ്രാവശ്യം പറയുന്നതും വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ. എന്തുകൊണ്ട്? ഇതില്ലെങ്കിൽ ഇവരൊരു ചുക്കുമല്ല. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിശ്വാസമില്ലെങ്കിൽ എന്താണ്? ഇവരൊന്നുമല്ല. വിശ്വാസത്താൽ അവരെന്ത് ചെയ്തു? വിശ്വാസത്തിന്റെ ചിറകിലേറി അവർ അദൃശ്യ ലോകത്തിൽ കയറി. അതുകൊണ്ടാണ് അവർ അസാമാന്യരായ ആളുകളാകുന്നത്. അവർ സ്വയത്തിന്റെ ബലത്തെയും ഉപേക്ഷിച്ചവരാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾ? സ്വയത്തിന്റെ ബലത്തെയും ഉപേക്ഷിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അദൃശ്യമായ ലോകത്തിലേക്ക് വിശ്വാസത്തിന്റെ തേരിൽ കയറി ചെല്ലുന്നത്. ആ അദൃശ്യ ലോകത്തിലേക്ക് അവർ തങ്ങളെ തന്നെ എറിഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവാകുന്ന ദൈവം ഇവര് ദൃശ്യലോകത്തിൽ നിന്ന് ഇവരെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുത്തപ്പോൾ അദൃശ്യ ലോകത്തിൽ ആത്മാവാകുന്ന ദൈവം അവരെ കരങ്ങളിലെടുത്തു. പിന്നെ അവരിൽ പ്രവർത്തിച്ചത് മാനുഷിക ശക്തിയല്ല, മാനുഷിക പ്രവൃത്തിയല്ല. അവർ മറ്റൊരാത്മാവുള്ളവരാണ്. കാലേബിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് കാര്യം, ഹീസ് എ മാൻ വിത്ത് അനദർ സ്പിരിറ്റ്. അവൻ വേറൊരു ആത്മാവുള്ളവൻ. അവന്റെ കാഴ്ചപ്പാട് വേറെ, അവൻ കാണുന്നത് വേറെ. അവന്റെ കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് മിസ്രയീമല്ല, അവന്റെ കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് കനാൻ നാടാണ്. ആത്മലോകത്തിൽ പ്രവേശിക്കുന്നവൻ ലോകത്തെ കാണുന്നില്ല. ആത്മലോകത്തിൽ പ്രവേശിക്കുന്നവൻ അനാക്യ മല്ലന്മാരെ കാണുന്നില്ല. ആത്മലോകത്തിൽ പ്രവേശിക്കുന്നവൻ നിത്യതയെ മാത്രമേ കാണത്തുള്ളൂ. നിത്യതയുടെ ദർശനത്തിലേക്ക് കയറുന്നവനാണ് വിശ്വാസി. ആ നിത്യതയുടെ ദർശനത്തിൽ കയറണമെങ്കിൽ അവന്റെ മാംസ കണ്ണുകൾ കൊണ്ട് അവന് കടക്കാൻ കഴിയത്തില്ല. അവൻ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ആ കണ്ണുകൾ ഉപേക്ഷിച്ചിട്ട്, ലോകത്തിന്റെ കണ്ണുകൾ ഉപേക്ഷിച്ചിട്ട്, ലോകത്തിന്റെ ബുദ്ധി ഉപേക്ഷിച്ചിട്ട്, ലോകത്തിന്റെ അക്ഷരം ഉപേക്ഷിച്ചിട്ട്, ലോകത്തിന്റെ ചിന്തകൾ ഉപേക്ഷിച്ചിട്ട്, ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് ഉപേക്ഷിച്ചിട്ട് അവൻ എങ്ങോട്ട് കയറണം? ആത്മാവിന്റെ ലോകത്തിലേക്ക്. ആത്മാവാകുന്ന ദൈവവും അവന്റെ ആത്മാവും തമ്മിലുള്ള ആ ഇടപെടൽ, അവിടെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാണാത്ത കാര്യങ്ങളിലേക്കുള്ള ഇടപെടലാണ്. കാണാത്ത കാര്യങ്ങളിലെ ഉറപ്പാണ്. അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത അദൃശ്യ ലോകത്തിൽ എന്നുള്ളത്. അദൃശ്യ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മലോകം എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ലോകമൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകന്മാർ വന്ന ആത്മമണ്ഡലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കുന്നത് വേറെയാണ്. അതൊന്നും വേദപുസ്തകത്തിൽ പറയുന്ന ആത്മമണ്ഡലമൊന്നുമല്ല, ആത്മാക്കൾ ഒഴുകി നടക്കുന്ന കാലമൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറയുന്നത് വളരെ ക്ലീനായിട്ട് എന്താണ്? ദൈവാത്മാവും നിങ്ങളുടെ ആത്മാവും തമ്മിലുള്ള ബന്ധത്തെയാണ് പറയുന്നത് ആത്മബന്ധമെന്ന്. അല്ലാതെ നിങ്ങൾ മറ്റൊരു ലോകത്തിലേക്ക് കയറി പോവുകയൊന്നും അല്ല, മൂന്നാം ലോകത്തിലേക്ക് കയറി പോകുന്നതല്ല, നാലാം മണ്ഡലത്തിലേക്ക് കയറി പോകുന്നതല്ല. അതൊന്നും അല്ല ഇവിടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ രണ്ട് കാലേ നിൽക്കുമ്പോൾ നിങ്ങളുടെ തല സ്വർഗത്തിൽ ചെല്ലുന്നതാണ് ഫെയ്ത്ത്. യു ആർ സ്റ്റാൻഡിങ് ഓൺ ദിസ് എർത്ത് ബട്ട് യു ആർ ലിവിങ് ഇൻ ഹെവൻ. ആ സ്വർഗീയതയിൽ ജീവിക്കുന്നതാണ്. അപ്പോഴും നിങ്ങളുടെ കാലം എവിടെ തന്നെയാ? ഈ ഭൂമി തന്നെയാണ്.